ഡ്യുവറ്റ് പെർഫോമൻസ് റൗണ്ടാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ റൗണ്ടിൽ നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടി, ബസറൊക്കെ അടിച്ച് ഗോൾഡൻ ചെയറൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ നല്ല സമാധാനത്തോടു കൂടി തന്നെ എനിക്ക് പെർഫോം ചെയ്യാം, ഒരു ടെൻഷൻ ഫ്രീ ആയിരിക്കും. എന്തായാലും പെർഫോമൻസ് റൗണ്ടാണ്, ഡ്യുവറ്റ് പെർഫോമൻസ് ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ പാടുന്നത് യദു കൃഷ്ണയാണ്. യദുവിൻ്റെ കൂടെ നന്നായി തന്നെ പെർഫോം ചെയ്ത് പാടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേണമെങ്കിൽ ഡാൻസ് കളിക്കാം, ഓടി വരാം, കാരണം ടെൻഷൻ ഇല്ല, സേഫ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡൻ ചെയർ കിട്ടി, ഫ്രീ ഹിറ്റ് കിട്ടുന്ന പോലെ. ഓക്കെ, ഇന്നും ഗോൾഡൻ ചെയർ അടിച്ചെടുക്കണം. നടത്തും അത്രേ ഉള്ളൂ. ശരി, അപ്പൊ ജോയ്സ് ലോട്ടെടുത്ത് ഏതാണ് പെർഫോമൻസ് കിട്ടിയത്? ഡ്യുവറ്റ് പെർഫോമൻസ്. ഡ്യുവറ്റ് ആണ്. അപ്പൊ ഒരാളും കൂടി വരാനുണ്ട് അല്ലേ? പക്ഷെ ആളെ വിളിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ സർപ്രൈസ് ആയല്ലോ ജോയ്സിന്. ജോയ്സിന് അറിയാവോ സർപ്രൈസ് എന്താണ്? സർപ്രൈസ് ആണല്ലോ അല്ലെ, എങ്ങനെ അറിയാന്? എന്തൊരു ചോദ്യം. അതെ, എന്നാലും ഗസ് ചെയ്യാൻ പറ്റുമോ എന്തായിരിക്കും സർപ്രൈസ് എന്ന്? വീഡിയോ കോൾ. ഞെട്ടാൻ തയ്യാറാണോ? ഞാൻ കുറച്ച് ആളുകളെ ഇവിടേക്ക് വിളിക്കാൻ പോവുകയാണ്. ഓക്കെ, ജോയ്സിന് വളരെയധികം വേണ്ടപ്പെട്ട ആൾക്കാരാണ്. വിളിക്കട്ടെ? വിളിക്കൂ. ജോയ്സിന് വേണ്ടപ്പെട്ട എല്ലാവരും കേറി പോന്നോളൂ. അങ്ങനെ ജോയ്സിന്റെ സ്റ്റുഡൻസ് ആണ്, ജോയ്സ് പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ടീച്ചർ ജോയ്സിനെ കണ്ടിട്ട് പ്രായം തോന്നിക്കണില്ലല്ലോ. അതെ, പറഞ്ഞു കൊടുക്കും, മറുപടി ഒരേ പ്രായം പോലെ തോന്നുന്നു. സന്തോഷായോ? സ്റ്റുഡൻസിന് എങ്ങനെ ടീച്ചറെ പാട്ട് ഇഷ്ടമാണോ? മിസ്സിന്റെ പാട്ട് അടിപൊളിയാണ്. ഞങ്ങളുടെ ക്ലാസ് തീരുമ്പം ഒരു 4 മണിയാകുമ്പം ഒരു നല്ല മഴയും മിസ്സിന്റെ പാട്ടും പറയാൻ പറഞ്ഞതല്ല പറയേണ്ടത്, നമ്മള് ഉള്ളീന്ന് വരണം. ഓക്കെ, ജോയ്സ് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ജോയ്സ് മിസ്സിന്റെ ഒരു പാട്ട്, അതാണോ കോംബോ? ജോൺസൺ മാഷിന് പകരം ജോയ്സ് മിസ്. മിസ് എന്താണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക്? ചോദിക്കട്ടെ, എങ്ങനെയാണ് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ? അടിപൊളി മിസ്സാണ്, ഒരു ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സുകളാണ്. പിന്നെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടീച്ചർ ചെയ്യുന്നത്? ഇംഗ്ലീഷ് പാട്ടുകൾ പാടിത്തരൂ. ഞങ്ങള് ബോറടിക്കുമ്പോൾ മിസ്സിനോട് പറയും, മിസ് മതി പാട്ട് പാടാൻ. അപ്പോ ക്ലാസ് തുടക്കം തന്നെ ബോറടിക്കുന്നു? തുടക്കം തന്നെ മിസ് ബോറടിക്കുന്നുണ്ട്. അതെ, ശരി, മിസ്സിനെ പറ്റി പറഞ്ഞോളൂ. ഞങ്ങൾക്ക് ഇംഗ്ലീഷാണ് എടുക്കണേ. ഞങ്ങളിപ്പോ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ഒക്കെ അടങ്ങിയിരിക്കണ ഒരു സബ്ജക്റ്റ് ആണ്. ഞങ്ങളൊക്കെ പൊതുവെ ബാക്ക് ബെഞ്ചസ് ആണ്. ഞാനും അവനൊക്കെ ഒരു ബാക്ക് ബെഞ്ചസ് ആണ്. നീ എന്തിനാ അവനെ കൂട്ടുപിടിക്കുന്നത്? അവനാണെങ്കിൽ നന്നായി പഠിക്കുന്നത്, എന്നോടൊന്നും പറയാറില്ല എന്നൊക്കെ പറഞ്ഞ അവൻ ബിൽഡപ്പ്. ഞങ്ങളെ ബാക്കിൽ നിന്ന് പിടിച്ച് ഫ്രണ്ടിൽ കൊണ്ടിരുന്നു. ജോയ്സ് മിസ് ആണ് ചെയ്യാറ്. അപ്പൊ തന്നെ നിങ്ങൾ ബോറടിക്കുന്നു പറയും. അപ്പൊ മിസ് ഫ്രണ്ടിലൊക്കെ പിടിച്ചിട്ട് കൊള്ളാം, പാട്ട് പാടാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ക്ലാസ് കേൾക്കും. അതിന്റെ അവസാനം മിസ് പാട്ട് പാടി തരും. ഏത് പാട്ട് പാടിത്തരുന്നതാണ്? ഇഷ്ടം പോലെ പാട്ട് പാടിയുന്നുണ്ട്. ഒക്കെ നല്ല അടിപൊളി പാട്ടാണ്, എല്ലാരും കേട്ടിരിക്കുന്ന ടൈപ്പ് പാട്ടാണ്. ഓക്കെ, അപ്പൊ ക്ലാസ് മൊത്തം എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ എന്തായാലും സ്റ്റുഡൻസ്, അപ്പൊ ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുത്തോളൂ. ഓക്കെ, കൊടുത്തോളൂ, എന്നിട്ട് പൊക്കോളൂ. ജോയ്സിന്റെ പെർഫോമൻസിനുള്ള സമയമാണ്. പക്ഷെ ഇത് ഡ്യുവറ്റ് റൗണ്ട് ആണ്. അപ്പൊ കൂടെ പാടാൻ ഒരാൾ വേണ്ടേ? വേണം. ആരാണ് ആള്? യദു. നമുക്ക് സ്വാഗതം ചെയ്യാം യദു കൃഷ്ണ. നമസ്കാരം. നമസ്കാരം. ട്രിവാൻഡ്രത്ത് നിന്നാണ് അല്ലേ? ഒരുപാട് റിയാലിറ്റി ഷോസും അതേപോലെ തന്നെ ഒരു ബെസ്റ്റ് സിംഗർ തന്നെയാണ് നമുക്കിതാ ജോയ്സിന് കൂട്ടായി ഇവിടെ എത്തിയിരിക്കുന്നത്. ശരിക്കും ഫുൾ ടൈം സിംഗർ ആണോ അതോ? അതെ, എനിക്ക് മ്യൂസിക് അക്കാഡമി നടത്തുകയാണ്. ആണോ? അപ്പൊ അവിടെ കർണാട്ടിക് വോക്കലും മറ്റ് മ്യൂസിക്കിന്റെ വേരിയന്റ്സ് എല്ലാം പഠിപ്പിക്കുന്നു. കച്ചേരിയൊക്കെ ചെയ്യാറുണ്ടോ? കച്ചേരി ചെയ്യാറുണ്ട്. ട്രിവാൻഡ്രത്താണ് മോനെ? ട്രിവാൻഡ്രത്താണ് മാം. ഓക്കെ, അപ്പൊ യദു ടിപ്സ് ഒക്കെ തന്നിട്ടുണ്ടല്ലോ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പവിഴമലർ പെൺകൊടി കനകനില കൺമണി, പവിഴമലർ പെൺകൊടി കനകനില കൺമണി, ആലി ചാർത്തി നിൽക്കുമെന്റെ വിണ്ണഴകിൻ ദേവതേ, അഗ്നിസാക്ഷിയായി നീ ആത്മദളം വിടരവേ, നാണമാർന്നതെന്തിനെന്ന് പറയൂ പറയൂ. ഈ സ്വപ്ന സംഗമം, ഈ സ്നേഹ സംഗമം, പൊന്മാനസങ്ങളിൽ പ്രേമോദാരമാകണം, ഹൃദയാങ്കുരമേ പ്രണയോദയമേ.
പ്രേമോദാരമാകണം. പുതുവേളിപ്പുടവകളിലാകെ മൂടുന്ന സുചരിതയായി തുള്ളും പാവയല്ല നീ. കൺമണി വിണ്ണഴകിൻ ദേവതേ ആത്മദളം ഇടരവേ ഈ സ്വപ്ന സംഗമം ഈ സ്നേഹ സംഗമം പൊന്മാനസങ്ങളിൽ പ്രേമോദാരമാകണം. ഹൃദയാങ്കുരമേ പറയൂ നീ. കനകനില കൺമണി താലി ചാർത്തി നിൽക്കുമെന്റെ വിണ്ണഴകിൻ ദേവതേ അഗ്നിസാക്ഷിയായി നീ ആത്മദളം ഇടരവേ നാണമാർന്നതെന്തിനെന്നു പറയൂ പറയൂ. യദു, ജോയ്സ് രണ്ടുപേരും കലക്കി. വൺ മാൻ ഷോ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണെങ്കിലും ഒരു ഡ്യുവറ്റ് ഷോ ആയിരുന്നു അല്ലേ? ടു മാൻ ഷോ ആയിരുന്നു. ടു മാൻ ഷോ ആയിരുന്നു. പൊളിച്ചു. പിള്ളേരെ ടീച്ചറിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ? മിസ് തകർക്കുന്നു ഞങ്ങൾക്ക് അറിയായിരുന്നു. ഉറപ്പായിരുന്നു. അപ്പോ അതിലും മേലെ തകർത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ പ്രാവശ്യം ഗോൾഡൻ ചെയർ അടിക്കാൻ പറ്റിയിട്ടില്ല, ബസറൊന്നും വീണില്ല. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ വരുന്ന പെർഫോമൻസ് ആയിരുന്നു എന്നാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ? ഇനി നമുക്ക് അവരുടെ അഭിപ്രായം ചോദിച്ചാലോ? ചോദിക്കാം. ശരി മഞ്ജരി. കലക്കി. അതിനു മുൻപ് അപ്പുറത്തൊരാൾ നിൽക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു. എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു കെമിസ്ട്രി എന്ന് പറയില്ലേ, ഉഗ്രനായിരുന്നു. കാണാനും കേൾക്കാനും സുന്ദരം. ജോയ്സിന്റെ വോയിസിൽ ഒരു എന്തോ ഒരു മാജിക് ഉണ്ട്. എനിക്ക് ശരിക്കും രോമാഞ്ചം വന്നു എന്ന് വേണം പറയാൻ. ഇത്ര ആസ്വദിച്ചിട്ട് എന്തുകൊണ്ട് ഗോൾഡൻ ബസർ അടിച്ചില്ല? ഗോൾഡൻ ബസർ അടിക്കാൻ ഇരുന്നതാണ്. അപ്പോഴാണ് ഒരു ചെറിയൊരു പ്രശ്നം കണ്ടെത്തിയത്. കാരണം എന്താന്ന് ഡെയിൻ, നമ്മളിപ്പോ സീരിയസ് ആവാണേ, അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ജോയ്സിന്റെ ഇന്നത്തെ പെർഫോമൻസ് കഴിഞ്ഞതിനേക്കാൾ ഗംഭീരായിരുന്നു. വേറെ ഒന്നും പറയാനില്ല. ഗോഡ് ബ്ലെസ്. ആദ്യം തന്നെ യദു, വളരെ സന്തോഷം. ഉഗ്രനായിരുന്നു പാടിയത്. ജോയ്സ് കഴിഞ്ഞ തവണ മഹാറാണി ആയപ്പോ എനിക്ക് കാണാൻ സാധിച്ചില്ല, അത് മിസ് ചെയ്തെങ്കിലും ഇന്നത്തെ പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ജോയ്സ്. കേട്ടാ, ഒന്നുകൂടി ഇന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ലൈറ്റ് തെളിഞ്ഞാനെ അവിടെ ഒന്നുകൂടി ഇരിക്കാൻ ചൂടാമായിരുന്നു. ഇന്ന് നന്നായിട്ട് പാടിയ സന്തോഷത്തിൽ ഞാനും മഞ്ജരിയും കൂടി ഒരു പാട്ട് അങ്ങോട്ട് പാടിത്തരാം. ഓഹോ, ഓക്കെ. കാതലിക്കും പെണ്ണിൻ കൈകൾ തൊട്ട് നീട്ടിനാൽ ചിന്ന തകരം കൂടെ തങ്കം താനേ. കാതലിക്കും പെണ്ണിൻ വന്ന കണ്ണും രണ്ടിലേ മിന്നും പരുവം കൂടെ പവഴം താനേ. സിന്ധു നേർവൈ തീർത്ഥമാകും, ചിന്ന പാർവൈ മോക്ഷമാകും. കാതലിൽ സംഗീതമേ, ഭൂമിയിൽ ഭൂപാലമേ. കാതലിൽ സംഗീതമേ, ഭൂമിയിൽ ഭൂപാലമേ. ജോയ്സ്,
എന്തോ മോളോട് പറയും മുമ്പ് യദുവിനോട് പറയട്ടെ, വളരെ രസമായിട്ട് പാടി കേട്ടോ. താങ്ക് യു മാം. പ്രത്യേകിച്ച് ഒരു അധ്യാപകനായിട്ടുള്ള ഒരാൾ, ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഇവിടെ വന്ന് ഞങ്ങളുടെ കുട്ടികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ സന്തോഷം. എങ്ങനെ പാടി ഞങ്ങളുടെ കുട്ടി? നന്നായിട്ട് പാടി, നല്ല വോയിസ് ആണ്, പിന്നെ എന്താണ് നല്ല സപ്പോർട്ടീവ് ആണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. മോള് മാത്രമല്ല, എല്ലാവരും ഭയങ്കര ധൈര്യത്തോടു കൂടിയും പേടിയൊന്നും ഇല്ലാതെ കോൺഫിഡന്റ് ആയിട്ടാണ് ഇന്ന് പാടിയത്. പ്രത്യേകിച്ച് ചോയ്സ് നല്ല രസമുണ്ടായിരുന്നു. ഈ സിനിമയുടെ ശരിക്കുള്ള വിഷ്വൽസ് ഭയങ്കര കോമഡിയാണ്. ലാൽ ചേട്ടനും ജയറാം ചേട്ടനൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ വേറൊരു മൂഡിലാണ് നമ്മളെ കൊണ്ടുപോയത്. ടോട്ടൽ ഒരു ഡാൻസ് കൊറിയോഗ്രാഫി മിക്സ് ചെയ്ത് ഗിവ് ആൻഡ് ടേക്ക്, രണ്ടുപേരും ഭയങ്കര കെമിസ്ട്രിയോടുകൂടി ഒരു പ്രൊഫഷണൽ സിംഗിങ്. എങ്ങനെയുണ്ടായിരുന്നു കുട്ടികളുടെ മുമ്പിൽ, സ്റ്റുഡൻസിന് മുമ്പിൽ വെച്ച് പാടിയിട്ട്? അവരിവിടെ ഇരിക്കുന്നത് എനിക്ക് ഒരു പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നു. ധൈര്യമാണ് അവരിവിടെ ഉള്ളത് ഒരു ധൈര്യമാണ്. അവര് മിസ്സിന്റെ പാട്ടല്ലേ കേട്ടിട്ടുള്ളൂ, ഡാൻസ് കണ്ടിട്ടില്ലല്ലോ. അല്ല, അത് ആദ്യമായിട്ടല്ലേ ഡാൻസ് കാണണേ? ഡാൻസ് മാത്രമല്ല, സാധാരണ മിസ്സിന്റെ അടുത്ത് നിങ്ങളെ ചോദ്യം ചെയ്യലാണല്ലോ, എന്താ അങ്ങനെ ചെയ്തത്. ഇപ്പം മിസ് ഒരു കുട്ടിയായിട്ട് നിന്നിട്ട് ബാക്കിയുള്ളൊരു ജഡ്ജ്മെന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയോ ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? മിസ്സിനോട് അത് പറയുമ്പോൾ അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം, അങ്ങനെ ഉണ്ടോ? എന്തായാലും ഇതൊരു നല്ലൊരു, വളരെ ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പെർഫോമൻസ് എനിക്ക് എന്നും സ്പെഷ്യൽ ആയിരിക്കും. സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മളുടെ മക്കളെ പോലെ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെയാണ്. രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻസ്. സൂപ്പർ. ശരി, എന്തായാലും കഴിഞ്ഞ പെർഫോമൻസിൽ ഗോൾഡൻ ചെയർ വരെ നേടിയ ആളാണ്. പക്ഷെ ആ പെർഫോമൻസിനോട് കിടപിടിക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു അല്ലെ? അപ്പോ ആ ശ്രദ്ധ ഇല്ലാതെ അടുത്ത പ്രാവശ്യം വരിക. എന്തായാലും ഈ പ്രാവശ്യം സേഫ് ആണ്, ഞാൻ ടെൻഷൻ അടിപ്പിക്കുന്നില്ല. സേഫ് ആയിട്ട് അടുത്ത റൗണ്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ അടുത്ത റൗണ്ടിൽ നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ താങ്ക് യു യദു, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഡുവറ്റ് പെർഫോമൻസ് റൗണ്ടാണ്. ഇത് തന്നെയാണ് ആഗ്രഹിച്ചത്. അപ്പോൾ എൻ്റെ ഒപ്പം ഡുവറ്റ് പാടുന്നത് ശ്രീഹരിയാണ്. ഭയങ്കര സപ്പോർട്ടീവാണ് ആൾ. പിന്നെ ഞങ്ങളുടെ ഒരു സൂപ്പർ സോങ്ങും കൂടെയാണ്, എല്ലാവരുടെയും ഫേവറേറ്റ് ആയ വിഷ്ണുലോകം എന്ന മൂവിയിലെ കസ്തൂരി എൻ്റെ കസ്തൂരി എന്ന് പറയുന്ന സോങ്ങാണ്. സോ ഞാൻ എക്സൈറ്റഡ് ആണ് അത് പാടാൻ. എനിക്ക് നന്നായിട്ട് അത് പെർഫോം ചെയ്യാൻ, അല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. സോ ഫ്ലോറിൽ കാണാം. ശ്രീ നമ്മുടെ നാട്ടുകാരാണ്, തൃശ്ശൂരാണ്. ഓർമ്മയില്ലേ ഈ മുഖം? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം കേട്ടോ, സുഖമായിട്ട്. ആണോ? ഓക്കെ, എന്തായാലും വളരെ സന്തോഷം ഹരി ഇവിടെ കണ്ടതില്. ഇപ്പോ ശ്രീഹരിയെ പറ്റി പറയുവാണെങ്കിൽ ആള് റിയാലിറ്റി ഷോ ടൈറ്റിൽ വിന്നർ ആണ്, അപ്പൊ പ്ലേബാക്ക് സിംഗർ ആണ്. ഇപ്പൊ ഏതൊക്കെയാണ് പുതിയ പ്രോജക്ട്സ്? പുതിയൊരു വർക്ക് വന്നത് അഞ്ചക്കള്ളക്കൊക്കെ എന്ന് പറഞ്ഞ മൂവിയാണ് കേട്ടോ. അതിലൊരു 2 സോങ്സും പിന്നെ സ്കോറിലും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ചെയ്തോണ്ടിരിക്കുന്നത് മ്യൂസിക് പ്രൊഡക്ഷൻ ആണ്. ഈ മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ്. ഓക്കെ. പാട്ടുകൾ ചെയ്യാൻ തുടങ്ങിയില്ലേ? ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളെയൊക്കെ വിളിക്കണേ തീർച്ചയായിട്ടും കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും രണ്ടുപേരും കൂടി തകർപ്പൻ പെർഫോമൻസിനുള്ള ഒരുക്കത്തിലാണ്. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? കസ്തൂരി. അപ്പൊ നമുക്ക് ശ്രീത്തുള്ള പാട്ടുകാരുടെ ശ്രീയുള്ള പാട്ട് കേൾക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കസ്തൂരി 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 എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കടിയാടാൻ വാ നീ പൊട്ടുടുത്ത് പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടിറങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കടിയാടാൻ വാ
കോലിൽ ഗോമാമ്പഴത്തുണ്ട് ഞാൻ കണ്ടു. കോമള കവിളിലെ ചോപ്പിൽ കാട്ടു തക്കാളി ചന്തവും കണ്ടു. നിന്റെ പുന്നാര വാക്കിൽ മയങ്ങി 100 മുത്തമിട്ടണയ്ക്കുവാൻ ദാഹം. മാരനായി നീ വരും നേരമാ കൈകളിൽ പച്ചക്കുത്തു പോലെ ചേർന്നുറങ്ങണം. നീ കുളിരുകോരി എന്നെ ഇന്നുണർത്തി വച്ചതെന്തിനെന്റെ മച്ചാനെ, പൊന്നു മച്ചാനെ, എന്തിരി മാറത്ത് പടരാൻ മോഹം. കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ. പോലെ ഞാൻ പുണരും. മുല്ലയും പിച്ചിയും ചൂടി നീ നിന്നെങ്കിൽ പൂമണം പോലെ നിന്നെ മൂടും. നീ പട്ടുടുത്ത് പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ. മുത്തുമാലയിട്ടിറങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ. കലക്കി കലക്കി. ശ്രീഹരി, ശ്രീഷ്മ നല്ല ശ്രീത്തുള്ള പെർഫോമൻസ് അല്ലേ? അതെ അതെ, ശ്രീത്വം ഉണ്ടായിരുന്നു, ശരിക്കും ശ്രീത്വം ഉണ്ടായിരുന്നു. രണ്ടുപേരും കലക്കി. അതെ, ചേട്ടാ ദൈൻ പറഞ്ഞ പോലെ തന്നെ വളരെ ശ്രീത്വമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഹരിക്കുട്ടൻ അടിപൊളിയായിരുന്നു, സൂപ്പർ സൂപ്പർ കലക്കി. ശ്രീഷ്മ, എന്തോ ഞാൻ ഹരിയാ പറഞ്ഞേ. ശ്രീഷ്മ അത്ര സന്തോഷിക്കുന്നു. ശ്രീഷ്മ, എന്തോ ഞാൻ അങ്ങനെ വിചാരിച്ച പോലെ ശ്രീഷ്മയ്ക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു നുണയായി പോവും. ശ്രീഷ്മ അടിപൊളിയായിട്ട് പാടി, പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരുടെ ആ കോമ്പിനേഷൻ നന്നായിരുന്നു. ഓർക്കസ്ട്ര സൂപ്പർ ആയിരുന്നു, ഉഗ്രനായിരുന്നു. നന്നായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു കോറിയോഗ്രഫി ചെയ്തത്, ഡാൻസിന്റെ സ്റ്റെപ്സ് ഒക്കെ ഓർത്ത് നിങ്ങൾ രണ്ടുപേരും നല്ല ക്ലാസി ആയിരുന്നു പെർഫോമൻസ്. സൂപ്പർ. ശ്രീഷ്മ, ആ ഓരോ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ മോള് കൊടുത്തിട്ടില്ല, അദ്ദേഹം പാടുമ്പോ ഹരി പാടുമ്പോ ഇൻ ബിറ്റ്വീനുള്ള ഭയങ്കര ക്യൂട്ടായിരുന്നു. അത് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനും കേൾക്കാനും, അതിമനോഹരമായിരുന്നു. സൂപ്പർ മക്കളെ, വളരെ സന്തോഷം, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ശ്രീഹരി, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും നമ്മുടെ മ്യൂസിക് ലോയ്സിന് സപ്പോർട്ടായിട്ട് ഇനിയും വരിക. ഓക്കെ, അപ്പൊ എന്തായാലും തിരക്കിനിടയിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ എത്തിയതിൽ ഒരുപാട് ഒരുപാട് നന്ദി. ഓക്കെ ഓക്കെ, കാണാം. ഓക്കെ. ശ്രീഷ്മയെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നിൽക്കുന്നത്, പക്ഷെ ടെൻഷൻ അടിക്കാനുള്ള പെർഫോമൻസ് ആയിരുന്നോ ഇപ്പോൾ നടന്നത്? കാരണം മതിച്ചേട്ടൻ ആദ്യം പറഞ്ഞ കമന്റ് ശ്രദ്ധിച്ചിരുന്നു. അത് തമാശ രൂപേണൊക്കെ മതിച്ചേട്ടൻ അത് മാറ്റി പറഞ്ഞു, എന്നാലും മതിച്ചേട്ടൻ അത് ഉള്ളി തട്ടി പറഞ്ഞാണോ എന്ന് എനിക്കൊരു നല്ല ഡൗട്ട് ഉണ്ട്. ശ്രീഷ്മ, ഹസ്ബൻഡ് വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. ഇന്ന് ലീവ് എടുത്ത് വന്നതാണോ അതോ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ലീവ് എടുത്ത് വന്നതാണ്. ശ്രീഷ്മ, എന്തോ സേഫ് സോണിലാവോ? സേഫ് സോൺ ആവുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഗോൾഡൻ ചെയർ കിട്ടിയില്ല, അത് നമുക്ക് അടുത്ത വീക്ക് നോക്കാം. പക്ഷെ ഈ വീക്കിൽ എങ്ങനെയെങ്കിലും സേഫ് ആവുക എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ 3 ജഡ്ജസും മാർക്കൊക്കെ ഇട്ട് അപ്പം അത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഒരു ബേസ് മാർക്ക് ഉണ്ട് നമുക്ക്. അതിന് മേലെ എത്തിയാൽ മാത്രമാണ് മെറിറ്റിൽ സേഫ് സോണിലോട്ട് എത്തുള്ളൂ, അല്ലെങ്കിൽ ഡേഞ്ചർ സോണിലോ. ശ്രീഷ്മയ്ക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ബേസ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ ശ്രീഷ്മ എന്തായാലും സേഫ് ആയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീക്കിന് വേണ്ടി അടിച്ചു പൊളിച്ച് പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മതിച്ചേട്ടാ മെനു എന്താ? പഴം പുഴുങ്ങിയത്. ഇവിടെ കുറച്ചു നേരമായിട്ട് ഞാൻ പഴം പുഴുകിയ പോലെ നിൽക്കുന്ന കണ്ടില്ലേ? അത് മാറ്റി വെക്കുക, ഞാൻ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓക്കെ, അതിനെങ്ങനെ ഈ പഴം പുഴുകി തിന്നോണ്ടിരിക്കല്ലേ? എനിക്ക് പറയാൻ ഗ്യാപ്പ് കിട്ടുന്നില്ല. ഓക്കെ, ഞങ്ങൾ മിണ്ടാതിരിക്കാൻ വേണ്ടി ഈ പഴം പുഴുകി കൊടുത്ത് തന്നേക്കണത്. അപ്പൊ എന്തായാലും നമ്മുടെ കോമ്പറ്റീഷൻ ഇങ്ങനെ പ്രഡിക്ഷൻ ഒന്നും നടക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാം. അതാ നല്ലത്. ഡ്യുവറ്റ് പെർഫോമൻസ് റൗണ്ടാണ് എനിക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ ഞാനൊരു ഡിഫറെൻറ്റ് ജോണർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് സേഫ് ആവാൻ പറ്റി, നല്ല സക്സസ്ഫുൾ ആയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്തവണ ഞാൻ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സോങ്ങാണ് എടുത്തിരിക്കുന്നത്. കറുപ്പിനഴക് ഓ, ഈ സോങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആ സ്റ്റൈലിൽ പാടണം, അതാണ് ഇപ്പം എനിക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക്. എൻ്റെ കൂടെ പാടുന്നത് അമൽ ഘോഷാണ്. അപ്പം നമ്മൾ ഒരുമിച്ച് ഇതെന്തായാലും അടിച്ചു പൊളിക്കും. രണ്ടുപേരും ജാങ്കോ സ്റ്റൈലിലാണല്ലോ. ചേച്ചിക്ക് വെറൈറ്റി പിടിക്കണം. വന്നപ്പോ തന്നെ വെറൈറ്റി ആയല്ലോ. ഇനിയിപ്പോ പെർഫോമൻസ് കൂടി വെറൈറ്റി ആയ വെറൈറ്റി ആവും. അതെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേരും കളിക്കോളൂ കേട്ടോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പനിമഴയിൽ 17 അഴകാണ്. കറുപ്പിനഴക് ഓ, വെളുപ്പിനഴക് ഓ, പുലരിയിലെ പനിമഴയിൽ 17 അഴകാണ്. മിഴിക്കുമഴക് ഓ, മൊഴിക്കുമഴക് ഓ, ഒന്നു തൊടാൻ കൊതിയുണരും മനസ്സിന് നൂറഴക്. എനിക്കും കൂട്ടുവരുമോ ചിട്ടിക്കുരുവികൾ
അതിലാ Yes. രണ്ടുപേരും കളിക്കുക. എനിക്ക് you. പേഴ്സണലി Thank you, thank ഇഷ്ടപ്പെട്ടു. you so much. ഇനി Thank you. അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നമുക്ക് ചോദിക്കാം. അമൽ, ചേട്ടാ നല്ല രസമുണ്ടായിരുന്നു അമലിന്റെ പാട്ട് കേൾക്കാൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ആതിരയ്ക്ക് എന്ത് തോന്നുന്നു ഇന്നത്തെ പാടിയതിൽ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഒരു പാട്ട് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പൊ അത് പാടാൻ പറ്റിയതിന്റെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ പാടിയെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ താങ്ക് യു കൺഗ്രാറ്റുലേഷൻ. സർ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ആതിര വളരെ നന്നായിരുന്നു. ഭൂരിഭാഗം എല്ലാം നന്നായിട്ട് തന്നെയാണ് പാടിയത്. അതിലെനിക്കൊരു സംശയം, ഇപ്പോൾ പൂക്കൊതുമ്പുമായും പൊൻകിനാവുമായും അതിൻ്റെ ആ ഒരു സംഗതിയില്ല, അത് ആദ്യത്തേൽ സ്ലിപ്പായി. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ, വേറെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അസൽ Thank you, sir. പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു Thank you, sir. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. രണ്ടുപേരും ഒരു സിനിമ ട്രീറ്റ് തന്നെയായിരുന്നു അതെ. തന്നത്. എക്സലന്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഇന്നെ നേരിട്ട് അമലിന്റെ പാട്ട് കേൾക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു സിംഗിങ്, അതുപോലെ തന്നെ എക്സ്പ്രഷൻസ് ആയാലും വളരെ കൂൾ ആയിട്ടുള്ള ഒരാള്. താങ്ക് യു ചേച്ചി. വെരി നൈസ്, വെരി നൈസ്, സൂപ്പർ ആയിരുന്നു. ആതിര, ചേച്ചി ആതിര ഇതുവരെ പഴയ പാട്ടുകളും സുശീലാമ്മയുടെ, ജാനകി അമ്മയുടെ അങ്ങനത്തെ പാട്ടുകളാണ് കൊണ്ടുവന്ന് കൂടുതലും ഇഷ്ടപ്പെട്ട് പാടാറ്. അതെ. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഈ ഒരു പാട്ട് കൈകാര്യം ചെയ്തതിൽ ഐ എം സോ ഹാപ്പി. താങ്ക് യു ചേച്ചി. സൂപ്പറായിരുന്നു. ഞാനും ഒരുപാട് ഹാപ്പിയായി ഈ കമന്റ് കേട്ടപ്പോ. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. താങ്ക് യു മഞ്ജരി. ചേച്ചി, അമലിന്റെ പാട്ടുണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയാം. താങ്ക് യു ചേച്ചി. ഭയങ്കര ഈസി ആയിട്ടാണ് ഓരോ മൂവ്മെന്റ്സും പാടുന്നതും, ആതിരയ്ക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നതും. ഓരോ പാട്ടിലും ആതിരയുടെ വേഷവിധാനങ്ങളായിക്കോട്ടെ, ആതിരയുടെ ഒരു ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, പാട്ടുകൾ സെലക്ട് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, എല്ലാത്തിനും ഡിഫറൻസ് ഉണ്ട്. നല്ലൊരു ഗായിക മാത്രമല്ല, നല്ലൊരു വ്യക്തി കൂടിയാണ് മോള്. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി ഇവിടെ നമുക്ക് സപ്പോർട്ടിനായിട്ട് ഇവിടെ എത്തിയതും. ഇനിയും ഇവിടെ കാണണം തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതില എന്തോ ഫസ്റ്റ് വീക്കിലായിരുന്നു ഡേഞ്ചർ സോണിൽ എത്തിയത് അല്ലേ? അതെ. അത് സെക്കൻഡ് കഴിഞ്ഞ് വീക്കിൽ തിരിച്ചു വന്നു. സേഫ് ആകുമോ അതോ നമ്മൾ ഫസ്റ്റ് വീക്ക് പോലെ തന്നെ ബാക്കിലോട്ട് ഇറങ്ങുമോ? ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു ബേസ് മാർക്ക് ഉണ്ട്, അതിന് മുകളിൽ എത്തിയാലാണ് സേഫ് സോൺ ആവുന്നത്, അല്ലെങ്കിൽ ഡേഞ്ചർ സോൺ. ഫസ്റ്റ് വീക്ക് ഡേഞ്ചർ സോണിലെത്തി, സെക്കൻഡ് വീക്ക് സേഫ് സോണിലെത്തി, ഇപ്പോൾ തേർഡ് വീക്കാണ്. ആതിര, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ അതിൽ എന്തായാലും സേഫ് ആയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അടുത്ത റൗണ്ടിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക, നന്നായി പാട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടിച്ചു പൊളിക്കും. ഓക്കെ, താങ്ക് യു.